20 ലക്ഷത്തോളം ആളുകളെ അണിനിരത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ ഡിവൈഎഫ്ഐ ഇന്നലെ മനുഷ്യച്ചങ്ങല തീർത്തു. ആ മനുഷ്യച്ചങ്ങലയ്ക്ക് വേണ്ടത്ര മാധ്യമ ശ്രദ്ധ കൊടുത്തില്ല എന്ന ആക്ഷേപവുമായി ഇപ്പോൾ ഡിവൈഎഫ്ഐ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ്, പ്രസിഡന്റായിട്ടുള്ള വി വസീഫ്, അതുപോലെ തന്നെ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് LG ലിജീഷ്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PC ഷൈജു എന്നിവരെല്ലാം ചേർന്നുകൊണ്ട് ഒരു പത്രസമ്മേളനം വിളിച്ചിരുന്നു. അതിലായിരുന്നു മാധ്യമങ്ങൾക്ക് നേരെയുള്ള അധിക്ഷേപം. മാധ്യമങ്ങൾ കേന്ദ്രത്തിനെതിരെയുള്ള വാർത്തകൾ നൽകാൻ ഭയപ്പെടുന്നുവെന്നും അവർ ചൂണ്ടിക്കാണിച്ചു. മറ്റൊന്ന്, കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന നിയമന നിരോധനം സംബന്ധിക്കുന്ന നിലപാടുകളാണ്. മറ്റൊരു പ്രധാനപ്പെട്ട മുദ്രാവാക്യം കേരളത്തോടുള്ള സാമ്പത്തിക ഉപരോധമാണ്. ഈ മൂന്ന് മുദ്രാവാക്യവും ജീവൽ പ്രധാനമായ മുദ്രാവാക്യമായിരുന്നു. പക്ഷേ ഈ മൂന്ന് മുദ്രാവാക്യവും ഞങ്ങൾ വിശദീകരിച്ചപ്പോൾ ഇതിൻ്റെ പ്രചരണത്തിന് വേണ്ടി സാധാരണ ജനാധിപത്യത്തിൻ്റെ നാലാം തൂണായിട്ടുള്ള മാധ്യമങ്ങൾ വേണ്ടത്ര പ്രാധാന്യം കൊടുത്തിട്ടില്ല. ഡിവൈഎഫ്ഐ ആണെങ്കിൽ, ഇടതുപക്ഷമാണെങ്കിൽ ചില വാർത്തകളെ അവഗണിക്കണം എന്ന മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ട ഒരു കാര്യം, അത് ഈ കാര്യത്തിലും ഇവിടെ നടപ്പായി എന്നാണ് ഇത് സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. അത് സംബന്ധിച്ച് ചില വിമർശനങ്ങൾ ഞങ്ങൾ നേരത്തെ ഉന്നയിച്ചിരുന്നു. ചങ്ങലയുടെ വാർത്ത, ചങ്ങലയായ ദിവസം വാർത്തയൊക്കെ വന്നെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട വളരെ ഗൗരവമായ ഒരു ഇടപെടലാണ്, ഒരു മുദ്രാവാക്യമാണ് ഇത് എന്ന ധ്വനി ഉണ്ടാക്കാൻ മാധ്യമങ്ങൾ ശ്രമിച്ചില്ല എന്ന ദുഃഖകരമായ കാര്യം ഇവിടെ ഉണ്ട്. അപ്പം നരേന്ദ്രമോദിക്കെതിരാണെങ്കിൽ അതൊക്കെ അങ്ങനെ മതി എന്ന മനോഭാവവും, എന്നാൽ ഇവിടെ ചില വലതുപക്ഷ സംഘടനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നാലാൾ ഒളിയാക്രമണമുണ്ട്. ഈ നാലുവർ സംഘങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒളിയാക്രമണവും അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾക്കെല്ലാം വലിയ രാഷ്ട്രീയ പ്രാധാന്യവും അതുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് പ്രചരണമൊക്കെ കൊടുത്ത അനുഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ പൂർണ്ണമായും ജനങ്ങളിലാണ് വിശ്വാസം അർപ്പിച്ചത്. ജനങ്ങളിൽ അർപ്പിച്ച വിശ്വാസം ഏറ്റവും ശരിയായിരുന്നു. ഞങ്ങൾ മുന്നോട്ട് വെച്ച ഈ മുദ്രാവാക്യത്തിന് കീഴിൽ അണിനിരന്ന എല്ലാവരെയും ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദനം ചെയ്യാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. വാർത്തയ്ക്ക് വേണ്ടത്ര പ്രാധാന്യം നൽകിയില്ല എന്നും പ്രൈം ടൈം ചർച്ചകളിൽ പോലും ഇത് ഉൾപ്പെടുത്തിയില്ല എന്നും വസീഫും പ്രതികരിച്ചു. മാധ്യമങ്ങൾ കാണിക്കുന്നത് കടുത്ത അനീതിയാണെന്നും പറഞ്ഞു. അതേസമയം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സമരങ്ങൾക്ക് മാധ്യമങ്ങൾ വേണ്ടത്ര പ്രാധാന്യം നൽകുന്നുണ്ടെന്നും വസീഫ് തിരിച്ചടിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്, പ്രത്യേകിച്ച് കേരളം ഒന്നടങ്കം ഏറ്റെടുത്തു ഈ സമരം. ആ സമരത്തെയാണ് ഇങ്ങനെ ആക്ഷേപിക്കുന്നത്. ഇപ്പം മറുനാടൻ്റെ ആ ട്യൂട്ടോറിയൽ ക്ലാസ്സിൽ പഠിച്ച ആ ആക്ഷേപഹാസ്യവുമായി കേരളത്തിൽ ഈ വ്യാജ നേതൃത്വം വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ ഈ ജനം തിരിച്ചറിയും എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇന്ന് രാവിലെ ചെന്നിത്തല ആലപ്പുഴ മീഡിയനെ കണ്ടപ്പോൾ പറഞ്ഞത് കേന്ദ്രത്തിനെതിരെ നടത്തുന്ന സമരം ആളുകളെ പറ്റിക്കാനാണ്, ഡിവൈഎഫ്ഐയുടെ മനുഷ്യച്ചങ്ങല നാടകം മാത്രമാണെന്നാണ് ഇന്ന് രാവിലെ ചെന്നിത്തല പറഞ്ഞത്. ഈ മറുനാടനും കനകോലും ഒക്കെയാണല്ലോ ഇവരുടെ ഉപദേഷ്ടാക്കൾ. അപ്പോൾ കനകോലുവിൻ്റെയും മറുനാടൻ്റെയും ഒക്കെ ഉപദേശം കേട്ട് ഈ കോൺഗ്രസിന് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റൂ. അതുകൊണ്ട് അവരിൽ നിന്നൊന്നും അപ്പുറത്തേക്ക് നമ്മൾ പ്രതീക്ഷിക്കണ്ട. കേന്ദ്രം കാലങ്ങളായി കേരളത്തോട് കാണിക്കുന്ന അനീതിക്കെതിരെ, അവഗണന മനോഭാവത്തിനെതിരെയായിരുന്നു ഇന്നലെ ഡിവൈഎഫ്ഐ മനുഷ്യച്ചങ്ങല തീർത്തത്. 1987 ശേഷം ഇത്രയും വർഷങ്ങൾ പിന്നിട്ടിട്ടാണ് പിന്നീട് ഡിവൈഎഫ്ഐ ഒരു മനുഷ്യച്ചങ്ങല എന്നുള്ള ആശയത്തിലേക്ക് കടക്കുന്നത്. വ്യക്തമായ ഒരു ആശയമായിരുന്നു, വ്യക്തമായ ഒരു പ്രതിഷേധ മാർഗമായിരുന്നു ഡിവൈഎഫ്ഐയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നതെന്നും ഈ വാർത്താ സമ്മേളനത്തിൽ ഡിവൈഎഫ്ഐ പറയുന്നുണ്ട്. പക്ഷേ ഇത്തരം വാർത്തകൾ നൽകാൻ മാധ്യമങ്ങൾക്ക് ഭയമാണ് എന്നുള്ളതായിരുന്നു ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം. അതായത് കേന്ദ്രത്തിനെതിരെയും മോദിക്കെതിരെയുള്ള വാർത്തകൾ നൽകാൻ മാധ്യമങ്ങൾ ഭയപ്പെടുന്നുവെന്നായിരുന്നു തുറന്നടിച്ചത്. രാജ്യത്തിന്റെ ബഹുസ്വരതയും ഫെഡറൽ സംവിധാനവും തകർത്ത് ജനങ്ങളെ വർഗീയമായി വിഭജിക്കുകയും യുവജനങ്ങളെ തൊഴിൽ നൽകാതെ വഞ്ചിക്കുകയും ചെയ്യുന്ന കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ 3 സുപ്രധാന മുദ്രാവാക്യങ്ങൾ എടുത്ത് ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ച മനുഷ്യച്ചങ്ങല മഹാവിജയമാക്കിയ കേരള ജനതയെ ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അഭിവാദ്യം ചെയ്യുന്നു. ഇങ്ങനെയാണ് വസീഫിന്റെ ഫേസ്ബുക്ക് പേജിലെ പോസ്റ്റ് തുടങ്ങുന്നത്. ആ മനുഷ്യച്ചങ്ങലെ വിജയിപ്പിച്ച എല്ലാവർക്കും നന്ദി എന്ന് പറയുന്നു. പക്ഷേ അതേസമയം തന്നെ മാധ്യമങ്ങൾക്ക് എതിരെ കനത്ത വിമർശനവുമാണ്.
മാധ്യമങ്ങൾ കൃത്യമായ വാർത്ത നൽകുന്നില്ല എന്ന് അവർ തുറന്നടിക്കുന്നുണ്ട്. രാജ്യത്തിന്റെ ബഹുസ്വരതയും ഫെഡറൽ സംവിധാനവും തകർത്ത് ജനങ്ങളെ വർഗീയമായി വിഭജിക്കുകയും യുവജനങ്ങളെ തൊഴിൽ നൽകാതെ വഞ്ചിക്കുകയും ചെയ്യുന്ന കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പോരാട്ടങ്ങൾ ഇനിയും തുടരുമെന്നും ഡിവൈഎഫ്ഐ പറയുന്നുണ്ട്. മാത്രമല്ല, കേന്ദ്രത്തിന് എതിരെ ശബ്ദമുയർത്താൻ ഇക്കഴിഞ്ഞ കാലയളവിൽ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും മാത്രമാണ് ഒരു ശ്രമം ഉണ്ടായതെന്നും ഡിവൈഎഫ്ഐ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തുതന്നെയായാലും കേന്ദ്രത്തിന്റെ ഈ അവഗണനയ്ക്കെതിരെ ശക്തമായ രീതിയിൽ പ്രതിഷേധമുണ്ടാകുമെന്നും ഡിവൈഎഫ്ഐ പറഞ്ഞു വെക്കുന്നുണ്ട്.